അപ്പോൾ ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എസ്റ്റിയൻ ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഗൈസ് തമ്മിലേയും കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യമല്ല മനസ്സിലായി കാണും. അതായത് നമ്മൾ ക്രിസ്മസൊക്കെ ആണല്ലോ. ഇപ്പോൾ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു പുൽക്കൂട് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ ഗൈസ്, കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ പുൽക്കൂട്. ഈ ഒരു പുൽക്കൂട് ഏകദേശം ഞാനിപ്പോൾ മേടിച്ചിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി. ഒരു കുഴപ്പമില്ല, കിടക്കുന്ന സാധനമാണ്. കണ്ടോ, ഇത് പ്ലൈവുഡിൻ്റെ അത് ഇത് നമുക്ക് തന്നെ വെട്ടി ഉള്ളതേ ഉള്ളൂ. അപ്പം ഞാനിത് ഈ ഒരു പുൽക്കൂട് ഞാൻ മേടിക്കുന്നത് നമ്മുടെ ചാനാശ്ശേരി നിന്നാണ്. ഇത് ഞാൻ ഏകദേശം മേടിച്ചാൽ കണ്ട് 150 രൂപയ്ക്ക് കണ്ട് മേടിച്ച സാധനമാണിത്. ഇപ്പോൾ 5 വർഷമായി. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. കണ്ടോ, ഇതൊരു പ്ലൈവുഡിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇത് ഞാൻ നമ്മുടെ സ്റ്റാർ മേടിക്കാൻ വേണ്ടി ചെന്നപ്പം സ്റ്റാർ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇരിക്കുന്നതുണ്ട്. ചുമ്മാതെ റേറ്റ് നോക്കി എത്ര രൂപയെന്ന് ചോദിച്ചാൽ പറഞ്ഞു 150 രൂപയാണ്. അങ്ങനെ 150 രൂപ കൊടുത്ത് മേടിച്ച ഒരു പുൽക്കൂടാണിത്. ഇതൊന്നുമില്ല, ഈ കാണുന്ന കൂട്ട് 2 ഫ്രെയിമും പിന്നെ ഈ ഒരു ബേസ് ഒരു കാർഡ്ബോർഡും ഇത്രേ ഉള്ളൂ. കണ്ടോ, 1 സെറ്റപ്പ് ഒരു പുൽക്കൂടാണ്. പിന്നെ ഇതിൻ്റെ മേൽക്കൂര വരുന്നത് കണ്ടോ, ഇത് നമ്മുടെ കച്ചിയാണ്. കച്ചിയും ഒരു കാർഡ്ബോർഡും. ഇത് സിമ്പിളാണ്. ഇങ്ങോട്ട് കയറ്റി ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂട് സെറ്റായി. ഇത്രേ ഉള്ളൂ. വെറും 150 രൂപയ്ക്ക് കിട്ടിയ സാധനമാണിത്. സത്യം പറഞ്ഞാൽ ഇത് 150 രൂപയുടെ ഒന്നുമില്ല ഇത്. എന്നാലും നമുക്ക് ഉണ്ടാക്കാനുള്ള മടിയും ബുദ്ധിമുട്ടും ഒക്കെ കാരണം നമുക്ക് ഇപ്പം ഇതേ കണക്കൊരു പുൽക്കൂടൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നേരം പുൽക്കൂടിനൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുക, പിന്നെ സാധനം മേടിക്കാൻ പോകണം, അത് മുറിക്കണം, കട്ട് ചെയ്യണം. അതൊക്കെ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി ഞാനന്ന് മേടിച്ചാണ്. കിടുക്ക സാധനം. ഇപ്പോൾ 5 വർഷമായി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു പുൽക്കൂട് നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയാലോ. ഈ കാണുന്നതും അതേ കണക്ക് തന്നെ ഇതെങ്ങാണ്ട് 200 രൂപയോളം കൊടുത്ത് ഞാൻ മേടിച്ച ചെറിയ നമ്മുടെ യേശുവിൻ്റെയൊക്കെ ചെറിയ വിഗ്രഹങ്ങളാണ് നമ്മുടെ പുൽക്കൂട്ടി വെക്കുന്നത്. കണ്ടോ, മാലാക, ഇങ്ങനെ ആടുകളെ അങ്ങനെ എല്ലാം ഉണ്ട്. ചെറിയ കുറേ വിഗ്രഹങ്ങളാണ്. ഇത് ഞാൻ ഏകദേശം ഇതും 200 രൂപയ്ക്ക് മേടിച്ചാണ്. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അതിൻ്റെ കളറൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ കളറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കളറൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഡാമേജ് ഒന്നും ഇല്ലാത്ത പക്ഷേ നമ്മൾ പിന്നെയും കളർ ചെയ്തേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഉണ്ണിയേശുവിനെ കണ്ടോ. ഇതിൻ്റെ അകത്ത് പെയിൻറ്റിങ് എല്ലാം ഇത് വളരെ റേറ്റ് കുറഞ്ഞ സാധനമായതുകൊണ്ട് അത്രയും ഡീറ്റെയിലിംഗ് ഇല്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ഈ പുൽക്കൂടിലൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളിന്ന് പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയുടെ പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പെറുക്കി വെക്കാം. പിന്നെ നമുക്ക് ഈ ഒരു എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുടഞ്ഞിടാം. അങ്ങനെ പൊട്ടുന്നൊന്നുമില്ല. കാരണം കുടഞ്ഞിട്ട് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കച്ചിയുണ്ട്. ആ കച്ചി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കുടഞ്ഞങ്ങ് ഇട്ടത്. നമ്മുടെ മാലാകയാണ്. മാലാകയെ നമുക്ക് തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. പുൽക്കൂടിലുള്ള വിഗ്രഹങ്ങളെല്ലാം നമ്മളങ്ങനെ ഈ ഒരു പുൽക്കൂടിലുള്ള ആളുകളെല്ലാം നമ്മൾ തൽക്കാലം നമ്മളിങ്ങനെ വെളിയിലോട്ട് നമ്മൾ വലിച്ചു വാരി അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്കിങ്ങനെ പെറുക്കി വെക്കാം. നമുക്ക് ഇവിടെ ഒരു ആടിനെ വെക്കാം. പിന്നെ ഇവിടെ നമുക്കൊരാട് ഉറങ്ങുന്നതായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വെക്കാം. ഈ 2 എണ്ണം ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇത് നമുക്ക് ഈ സൈഡിലായിട്ടും ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതൊരു ആട്ടിടയനാണ്. ഇതിനെ നമുക്ക് ഈ സൈഡിലായിട്ട് വെക്കാം. ഇനി ബാക്കി നമുക്ക് നമ്മുടെ ഉണ്ണീശോയെ നമുക്ക് ഈ സെൻട്രലായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഇതാണ് മറിയ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഈ കാണുന്ന രീതി നമുക്ക് മറിയ ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ജോസഫിനെയും വെക്കാം. അതാണെന്ന് തോന്നുന്നു. ഇതാണോ? അപ്പോൾ കഴിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ആട്ടിടയന്മാരെയും ദൂതന്മാരെയും എല്ലാം നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വിഗ്രഹങ്ങളെല്ലാം നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാലാകയെ കൂടെ നമുക്കിവിടെ കെട്ടിത്തൂക്കിടാം. അന്നേരത്തിന് നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് ഏകദേശം പൂർണ്ണമാകും. ഇത് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് തൂക്കിയിടാം. കണ്ടോ, നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ മാലാകയെ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശം എല്ലാം കൂടെ നമുക്കിനി കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കുറേ മണ്ണൊക്കെ ഇട്ട് ഇവിടെ എല്ലാം ഈ വൃത്തികളെല്ലാം ഒന്ന് മാറ്റി നമുക്കൊന്ന് സെറ്റാക്കി ഒന്ന് എടുക്കാം. എന്നിട്ട് ഞാൻ നമ്മുടെ ഫൈനൽ ഔട്ട് ചെയ്യാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ഇത്രയും വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇത് കണ്ടോ, നമ്മൾ ചെറിയൊരു പുല്ലൊക്കെ ഇവിടെ കൊണ്ടുവച്ച് ചെറിയ തെങ്ങ് പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നീട് ഒരു ഉണങ്ങിയ മരം ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്.
അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ എന്താ ബ്യൂട്ടി എന്ന് നോക്കി, നല്ല അടിപൊളിയായിട്ട് നമ്മളവിടെ സെറ്റാക്കി കണ്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ കുറേ മണ്ണെല്ലാം ഇട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറിയൊരു വേലിയും കൂടെ അങ്ങ് ഒന്ന് ഉണ്ടാക്കണം. വേലിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് വേലിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്കെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് LED ബൾബും കാര്യങ്ങളെല്ലാം ഇനി സെറ്റാക്കാനുണ്ട്. ഇനി അത് ഇപ്പോൾ സെറ്റാക്കുന്നില്ല, അത് നാളെ ഉള്ളു. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത് വെച്ചേക്കുന്ന നല്ല സംഭവങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ പുൽക്കൂടെല്ലാം നമ്മളങ്ങനെ സെറ്റാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ പുൽക്കൂടും സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ പുൽക്കൂട് സംഭവങ്ങളൊക്കെ? ഏകദേശം കൊള്ളാമല്ലേ? അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്, അതായത് ഈ വർഷം പുൽക്കൂട് ഉണ്ടാക്കണം, അടുത്ത വർഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഓരോ വർഷം ഇവർക്ക് ചെയ്യാൻ പറ്റാതെ അതിന് പൈസ മുടക്കാണ്, അത്രയും രൂപ ആകും, അത് ചെയ്യണം ഇത് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഒരു പുൽക്കൂടാണ്. ഇതിപ്പം എനിക്ക് തന്നെ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സ്റ്റാർ മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പം കടയിൽ 150 രൂപയ്ക്ക് കട കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചാണ്. കണ്ടോ ഈ ഒരു മോഡൽ നിങ്ങൾക്കായാലും ഈ ഒരു പുൽക്കൂട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായാലും ഇതേപോണക്ക് തന്നെ വെട്ടി ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഒരു പുൽക്കൂടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ സാനിങ് ഓഫ് ഷിജിൻ, ബൈ ബൈ, ടാറ്റ, സി യു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിനെയും വക അടിപൊളി ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. ടാറ്റ, ബൈ ബൈ, സി യു.